അങ്കോലയിൽ അപകടമുണ്ടായതിൻ്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് കുറച്ചപ്പുറയാണ് ഈ വലിയ ദുരന്തം സംഭവിച്ച സ്ഥലം. നിലവിൽ നമ്മൾ നിൽക്കുന്ന ഇവിടെ വരെ മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് ആരെയും തന്നെ പോലീസ് കടത്തിവിടുന്നില്ല. രക്ഷാപ്രവർത്തനം 9 മണിയോടുകൂടി അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 5:30 വീണ്ടും ആരംഭിക്കുകയാണ് ചെയ്യുക. നാളെ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബംഗളൂരുവിൽ നിന്ന് ഈ സംവിധാനം എത്തിക്കുന്നതിനുള്ള നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാർ സംവിധാനമാണ് ഇതിനായി ഉപയോഗിക്കുക. അതായത് നാളെ ഒരു ശുഭ വാർത്ത പ്രതീക്ഷിക്കുകയാണ്. കാരണം വിപുലമായ തിരച്ചിൽ തന്നെ നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് മെറ്റൽ സംവിധാനം, ഡിറ്റക്ടർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് നടത്തിയിരുന്നത്. എന്തായാലും ഈ മേഖലയിൽ റെഡ് അലേർട്ട് ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ഇപ്പോൾ മഴയ്ക്ക് കുറച്ച് ശമനം വന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും ശക്തിപ്പെടും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. നാളെയും റെഡ് അലേർട്ടാണ് ഈ അങ്കോല ഉൾപ്പെടുന്ന മേഖലയിൽ നൽകിയിട്ടുള്ളത്. നാളെ നാവികസേന, SDRF, NDRF, പോലീസ്, അഗ്നിശമന സേന ഇത്രയും സംഘങ്ങൾ ചേർന്നുള്ള തിരച്ചിലാണ് നടത്തുക. ഇപ്പോൾ 9 മണിയോടുകൂടിയാണ്, ഞാൻ പറഞ്ഞതുപോലെ 9 മണിയോടുകൂടിയാണ് ഇന്നത്തെ തിരച്ചിൽ, 4ാം ദിനത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചത്. മോശം കാലാവസ്ഥ, വെളിച്ചക്കുറവ് ഇതൊക്കെ കാരണമാണ് തിരച്ചിൽ നിർത്താൻ കാരണമായത്. എന്തായാലും ഇന്ന് ഈ വാഹനം, അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ടാകാം എന്നൊരു സംശയമുണ്ടായിരുന്നു. അത് അങ്ങനെയല്ല എന്നൊരു സ്ഥിരീകരണം വന്ന ഒരു പകൽ കൂടിയാണ്. ഈ മണ്ണിടിഞ്ഞു വന്ന് അതിൻ്റെ ശക്തിയിൽ താഴെയുള്ള പുഴയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നൊരു സംശയമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാവികസേനയും NDRFും ഒക്കെ ചേർന്ന് ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ നടത്തി ശക്തമായ കുത്തൊഴുക്കിൽ തന്നെയാണ് തിരഞ്ഞത്. അതുകൊണ്ട് വാഹനം അവിടെയല്ല എന്നൊരു സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. ഈ ട്രക്കിൻ്റെ GPS സംവിധാനം കണ്ടെത്തി അവിടെ തന്നെ വണ്ടി ഉണ്ട് എന്നൊരു നിഗമനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് ഉച്ചതിരിഞ്ഞും നടത്തിയത്. നാളെയും റഡാർ സംവിധാനത്തോടുകൂടി തിരച്ചിൽ നടത്തുകയാണ് ചെയ്യുക. എന്തുതന്നെയായാലും നാളെ ഒരു ശുഭപ്രതീക്ഷയോടെ നാട്, നമ്മുടെ കേരളം ഒന്നടങ്കം, അതുപോലെ അർജുൻ്റെ ബന്ധുക്കളൊക്കെ കാത്തിരിക്കുന്നത് പോലെ ഒരു ശുഭവാർത്ത ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെയുള്ളത്. അങ്കോലയിൽ നിന്ന് വിനോദ് മൊറാവയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.